ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അത് ശരിക്കും കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഇപ്പോൾ ആരോപണ വിധേയനാണ്. ഇയാൾ ശരിക്കും ഇതെടുത്ത് വെച്ച് മുതലെടുത്തു എന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കി ഇന്നെടുത്ത് വെച്ച് പൂജ നടത്തി. അപ്പോൾ സാധാരണഗതിയിൽ ഈ ക്ഷേത്ര പൂജാരികൾ തന്ത്രികളൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭക്തർ എന്ന നിലയിൽ നമ്മളൊക്കെ വിശ്വസിക്കും. പക്ഷേ ഇയാളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമ്മളൊക്കെ വിശ്വസിച്ച് തെറ്റായി പോകുന്നു എന്ന് തോന്നിപ്പോവില്ലേ? ഇത് ഒരു മുതലെടുപ്പാപ്പാ. ഇപ്പം ഈ പറയുന്നത് പോലെ വിശ്വാസികൾ, ആചാരങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു കസ്റ്റോഡിയൻ കുറേ ആൾക്കാരാണെന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു തോന്നൽ നമുക്കെല്ലാം ഉണ്ട്. അതെ, ഇന്നത് ഈ ആചാരങ്ങൾ, ഇത് മറ്റേത് മറിച്ചത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മുതലെടുപ്പ് തന്നെ. ഇയാൾ ഇവിടുന്ന് ഈ പാളി കൊണ്ടുപോയി. എന്തിനു കൊണ്ടുപോയി? ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയി. സ്വർണം പൂശാൻ കൊണ്ടുപോയതിൻ്റെ പരുവത്തിന് ശബരിമല അമ്പലത്തിലെ പാളി ആയതുകൊണ്ട് ഇയാൾ ഏതാണ്ട് ഒരു അമ്പലത്തിൽ കൊണ്ടുവച്ച് ഇത്രയും ദിവസം അവിടെ കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് അവിടെ പിരിച്ചു. ലക്ഷങ്ങൾ വന്നു. പിന്നെ അതിന് ശേഷം ഇതിനകത്തുനിന്ന് ഈ വേറെ ചില വീടുകളിലും പൂജ നടത്തി. ഇത് കൊണ്ടുപോയി വേറെ ചില പൂജ നടത്തി. അതായത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് വെച്ച് പൂജ നടത്തിയ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, മറ്റേ പറഞ്ഞു. അപ്പോൾ അവർ വലിയൊരു തുക കൊടുത്തു. അപ്പം ഇത് വെച്ചിട്ട് ഇയാൾ ഇതിനകത്തുനിന്ന് സ്വർണം അടിച്ചു മാറ്റി എന്ന് പറയുന്നു. അത് ശരിയാവാതിരിക്കാം. അപ്പം പിന്നെ മാത്രമല്ല, ഈ സാധനം വെച്ചിട്ട് ഇയാൾ വലിയൊരു കച്ചവടം നടത്തി. അപ്പം ഈ കച്ചവടം നടത്തുന്നതിന് വേണ്ടി ഇയാൾ മാത്രം വിചാരിച്ച കച്ചവടം നടക്കത്തില്ല. എങ്ങനെ നടക്കുന്നത്? ഇയാൾക്ക് നിയമപരമല്ലാത്ത രീതിയിൽ അവിടുന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കുന്നതില്ലേ, ഈ നടന്നേക്കുന്ന മൊത്തം നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ലോകം ഉറ്റുനോക്കുന്ന ഒരു അമ്പലത്തിന്റെ സാധനം കൊണ്ടുവച്ച് ഒരുത്തിന് കൈകാര്യം ചെയ്യണമെന്ന് അതിന്റെ പുറകിൽ ആ നിയമമൊക്കെ ലംഘിച്ചോ അതിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, അല്ലെങ്കിൽ ആ നിയമം ലംഘിച്ചാലും കുഴപ്പമില്ല, അത്രയ്ക്ക് ബലമുള്ള ആൾക്കാർ എൻ്റെ പുറകിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഉണ്ട്. എൻ്റെ പൊന്നെ, ഇതൊരു കച്ചവടമാണ്. നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് സൂചിക്കത്തില്ല. ഈ അമ്പലം, പള്ളി അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രയമില്ലാതെ നമുക്ക് ജീവിതത്തിനകത്തൊരു അല്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. ഒരു പരിധിക്ക് അപ്പുറമുള്ളവൻ വേറെ ചില തലത്തിൽ കാര്യങ്ങൾ കാണും. ഇതൊന്നുമല്ല നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മളുടെ ലക്ഷ്യബോധവും ഒക്കെയാണ് നമ്മുടെ വിജയത്തിന് കാരണമെന്ന്. അതേസമയം ഒരു അടിസ്ഥാന വർഗം അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കാര്യത്തിന്, ഏത് കാര്യത്തിന് പോയാലും രാവിലെ പോയി അമ്പലത്തിൽ പോയൊരു പൈസയൊക്കെ ഇട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, അത് അവനൊരു ബലമാണ്. ആ ബലത്തെ അല്ലെങ്കിൽ ആ പാപം പിടിച്ചവൻ്റെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഇവരുടെ പണി. അമ്പലം പുനരുദ്ധാരണം. നമ്മുടെ ഇപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ തന്നെ കാര്യം പറയാം. നമുക്ക് അമ്പലത്തിൻ്റെ കാര്യം പറയാനുള്ള അവകാശം കൂടുതലുണ്ടല്ലോ. പുനരുദ്ധാരണം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു അമ്പലം, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു അമ്പലം പുനരുദ്ധാരണം. അവിടെ ഇപ്പോൾ നോക്കിയപ്പം ഒരു അമ്പലം പുനരുദ്ധാരണം. അപ്പോൾ ആരെ വിളിക്കുന്നു? അമ്പലം പുനരുദ്ധാരണത്തിന് ആദ്യം വിളിക്കുന്ന ആരാ? ജ്യോത്സ്യനെ വിളിക്കും. അമ്പലത്തിലെ ഈ പ്രഗത്ഭനായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ. ഈ ജ്യോത്സ്യൻ വരുന്നു. ഇയാൾക്ക് അവിടെ വരുന്നതിന് കാറ്, അല്ലെങ്കിൽ ഇവൻ്റെ തുക ഇത്ര, അവനവിടെ വരുമ്പോൾ അവന് ഭക്ഷണത്തിൻ്റെ സമയം എല്ലോ വലിയ വലിപ്പത്തിൽ ഇയാളാന്നല്ലേ ഭഗവാന്റെ കാര്യം നോക്കുമ്പോൾ പറയാൻ പറ്റുന്നേ. ഭഗവാൻ എന്താ തീരുമാനിക്കുന്ന പുള്ളി. അപ്പോൾ ഇയാൾ അവിടെ വന്നിരുന്ന കാര്യം പറയുന്നു, ഇവിടെ മൊത്തം കുഴപ്പമോ, ഇവിടെ ഇപ്പം നിൽക്കുന്ന അമ്പലം മൊത്തം ഇടിച്ച് പൊളിച്ച് കളയണം. അവിടെ ഇരിക്കുന്ന ശിവൻ്റെ ആണെങ്കിൽ ശിവൻ്റെ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ, അത് മാറ്റിയിട്ട് വേറെ വെക്കണം. അവിടെ ഇത്ര സംവിധാനം ഉണ്ടാവണം. അപ്പോഴത്തേന് ഇതെല്ലാം കേട്ടു. ഇല്ലെങ്കിൽ ഈ നാട് മൊത്തം ഒന്ന് നശിച്ചു, ഈ അമ്പലത്തിന് ഗുണം ഉണ്ടാകത്തില്ല. ഇതെല്ലാം കൂടെ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ എത്ര ആവും? കോടി 4-5 കോടിയായിരിക്കും. 4-5 കോടി രൂപ ഒരു പക്ഷേ ഇവിടുന്ന് പിരിച്ചെടുക്കണം. ഈ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം 3 നേരം വൃത്തിയായിട്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാർഗ്ഗമില്ലാത്തവനും അമ്പലത്തിലെ കാര്യത്തിന് കൊടുത്തേ പോകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ദോഷം കിട്ടും. ഇങ്ങനെ പിരിക്കും. ഇതിനകത്ത് ഇതിൻ്റെ കാര്യം എന്ന് പറയുക, ഈ വരുന്ന ഇതൊരു വലിയ കോക്കസാ. ഈ വരുന്ന ആരാ? നമ്മൾ അപ്പോൾ അവിടെ ഒരു തന്ത്രി ഉണ്ടാവും. ഈ എല്ലാ അമ്പലത്തിനും ഒരു തന്തയുണ്ട്. അമ്പലത്തിൻ്റെ തന്തയാണ്, ദേവൻ്റെ തന്ത എന്ന തന്ത്രിക്കുള്ള ശരിക്കും സ്ഥാനം. അപ്പോൾ പറയും, തന്ത്രി എടുത്ത് ആലോചിക്കുക, ഇപ്പോൾ എന്ത് പറയുന്നത്, പ്രശ്നം ദേവപ്രശ്നം പറ്റത്തില്ല. തന്ത്രി എടുത്തേക്ക് ആരോട് ദേവപ്രശ്നം ചെയ്യണോ? അത് ഇന്നാളെ വിളിച്ചാൽ മതി കേട്ടോ, ഏളാന്ന് വൃത്തിയായിട്ട് പറയുന്നത്. ഈ തന്ത്രിയും ഈ ദേവപ്രശ്നം നടത്തുന്നവരും തമ്മിൽ കാലങ്ങളായിട്ടറിയാം. അവർ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാ. അപ്പോൾ അവിടെ പോയി എന്തൊക്കെ ചെയ്യണം? അവിടെ പോയി നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞാട്ട്. അപ്പോൾ അവിടെ വന്ന് വിഗ്രഹം മാറ്റണമെന്ന് പറയും, കോടിമരം മാറ്റണമെന്ന് പറയും, അല്ലെങ്കിൽ ഈ മറ്റ് പ്രധാന ഘട്ടങ്ങളിൽ ഇത് നിർമ്മിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധമോ? എനിക്കറിയാം, നമ്മൾ ആരാന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. എനിക്കറിയാം, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ കൊടിമരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ട സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഇത് മൊത്തം കച്ചവടമാണ്. കാരണം ആ കച്ചവടം കാരണം ഒരു കൊടിമരം ഒരു അമ്പലത്തിൽ വെക്കുന്നതിന് വേണ്ടി ആര് ശുപാർശ ചെയ്തോ അതിനകത്ത് ഇത്ര ശതമാനം പൈസ അവന് കൊടുത്തിരിക്കണം.
വിഗ്രഹം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പല ലോകത്ത് മൊത്തം മുസ്ലിങ്ങളുടെ പണി എന്തോ കുടിമരം ഉണ്ടാക്കി കൊടുക്കുക. അവനെ കുറ്റം പറയുമല്ല, അവന്റെ ജോലിയായിട്ട് മാറി. അവന് ചെയ്യാനറിയാം, അവൻ ബിസിനസ്സുകാരൻ, അവൻ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെക്കാട്ടി കൂടി ഒരു തുക പറയും. തുകയ്ക്കാതെ തർക്കമൊന്നുമില്ല. ഇപ്പൊ കുടിമരം ഉണ്ടാക്കുന്നതിനടുത്ത് ഇന്നാളെ കൊണ്ടേ ഉണ്ടാക്കിക്കാ കേട്ടോ, അല്ലെങ്കിൽ എന്റെ അളവെല്ലാം തെറ്റിയാ പണ്ടാരോടങ്ങി ദേശം മൊത്തം നയിച്ചു പോകും, ഈ ചെയ്യുന്നോ മൊത്തം തീർന്നു പോകും. അപ്പോഴത്തന്നെ ശരി എത്ര, അത് സാധാരണ ചെയ്യുന്നതിന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ചില 10 ലക്ഷം ഉള്ളൂ, അത് അദ്ദേഹം ചെയ്യുന്നതിന് 20 ലക്ഷം രൂപ. അത് നമുക്ക് പിന്നെ അതെങ്കിൽ കൊടുത്തേക്ക്, എവിടുന്നേലും നാട്ടുകാരൻ്റെ കാശാന്നല്ല, അല്ലെങ്കിൽ പിരിച്ചായാലും കൊടുത്തത്, അവന് ദോഷമൊന്നും. ഇതിനകത്ത് ഈ പറയുന്ന അതുപോലെ വിഗ്രഹം ഉണ്ടാക്കുന്ന വിഗ്രഹം ഉണ്ടാക്കുന്ന പല ആൾക്കാരും കാണും. പോറ്റി പറയും, അല്ലെങ്കിൽ തന്ത്രി പറയും, ഇന്നാളെ കൊണ്ട് ജയിച്ചാൽ മതി, അയാൾക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട്. ഞാൻ ഈ പോറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ അയാൾക്ക് ഈ പറയുന്ന പോലെ ഈ മാതിരി കാര്യങ്ങൾ അറിയുന്നവനും ഈ പറയുന്ന സാധാരണക്കാരൻ്റെ മാനസികാവസ്ഥയൊന്നുമല്ല. ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പലം എന്ന് പറയുന്നതിനകത്ത് വലിയൊരു കാഴ്ചപ്പാടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. കച്ചവടമാക്കി മാറ്റിയല്ലേ? ആ കച്ചവടമാക്കി മാറ്റുന്ന പറഞ്ഞാൽ എൻ്റെ സിനു ഈ അമ്പലം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അമ്പലം ഒന്നുമല്ല, പഴയ പള്ളികളുണ്ട്, കുറേ മുസ്ലിം പള്ളികളുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിരുന്നാൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും. എന്താണെന്നറിയാം, അതിൻ്റെ വാസ്തു, അതിൻ്റെ കണക്ക്, അതിൻ്റെ സംവിധാനം, ഈ രീതിയിൽ അവർ അത് പണിഞ്ഞേക്കുന്നത്. അപ്പം ഒരു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അസ്വസ്ഥമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവന് സ്വസ്ഥമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ ഓട്ടോമാറ്റിക്കലി ഒരു അർത്ഥ മെഡിറ്റേഷനിലേക്ക് പോകും. അതിന്റെ നിർമ്മാണം കൊണ്ടാണ് സംഭവിക്കുന്നത്. നല്ല വീടുകളിൽ ചെന്നിരുന്നാൽ ഇത് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് വെച്ച് മുതലെടുക്കുന്ന, അല്ലെങ്കിൽ ഇത് ഉണ്ട് അവിടെ ആണോ ഈ ഭഗവാൻ മൊത്തം ഇരിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം, നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൈസ ഇടും നിസ്സാരമായിട്ട് ആൾക്കാർ ചിന്തിക്കാൻ വേണ്ടി. നമ്മുടെ സംവിധാനത്തിനകത്ത് ക്രയവിക്രയം നടത്താൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ റുപ്പി അടിക്കുന്നത്. ഇന്ത്യൻ റുപ്പി അടിച്ച് ഗുരുവായൂർ കൊണ്ടുവന്ന് 10 രൂപ ഇട്ടാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശബരിമല കൊണ്ടുവന്ന് 10 രൂപ ഇട്ടാലോ ഭഗവാനെ ഭഗവാന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എന്തോ നമ്മൾ സാധാരണ ആർക്കാ പൈസ കൊടുക്കും? ഭിക്ഷക്കാർക്ക് വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുക. അപ്പോൾ ഭഗവാനെ പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ ഒക്കൂ? പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്ന ഭഗവാൻ എന്തിനാ നമ്മുടെ പൈസ? ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റാത്തതുണ്ട്. ഈ വഴിപാടുകളുടെ കാര്യം എന്തോ? ഈ പറയുന്ന പോലെ പ്രാർത്ഥിക്കണം, അവിടെ ചെന്ന് നമ്മൾ നിസ്സാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പറയുന്ന പോറ്റിക്കറിയാം ഇവന് നല്ല ഒന്നാന്തരം കള്ളനാണ്, പോറ്റിയുടെ രൂപത്തിൽ ഇരിക്കുന്നവനാണ്. അപ്പോൾ അവനറിയാം ഇവിടുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, അവനതിനുള്ള സ്വാധീനമുണ്ട്. അവനോട് സ്വർണ്ണം അടിച്ചു മാറ്റാൻ പറ്റും. വിശ്വാസത്തിൻ്റെ പുറകിൽ ഇതാരും ചെക്ക് ചെയ്യത്തില്ല. തിരുമേനി കൊണ്ടുവന്ന് ഇയാളെ വലിയ വലുപ്പത്തിലുള്ള തിരുമേനിയായിട്ടില്ലേ, തിരുമേനി കൊണ്ടുവരുന്ന സാധനം പരിശോധിക്കരുത്. ഇപ്പോൾ ഇതിനകത്ത് ആരാണ്ട് അറിയാവുന്നവന് ഇവൻ്റെ കാറ്റഗറിയിൽ തന്നെയുള്ള ആരാണ്ട് അവന് പൈസ കിട്ടാത്തതുകൊണ്ട് ഇതിനകത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് ഇത് വെളി വന്നത്. അപ്പോൾ ഇതൊരു വലിയ കൊള്ളയാണ്. ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്നത് കുറേ കാലങ്ങളായിട്ട്. അവിടെ നമ്മൾ അറിയുന്ന ശരിയാണെങ്കിൽ ടൺ കണക്കിന് സ്വർണ്ണം ഇരിക്കുക. എൻ്റെ പൊന്നെ, ഇതിനകത്ത് 10 പവൻ എടുത്ത് കീശ വെച്ചുകൊണ്ട് പോയല്ലോ. അതിനകത്ത് ഈ നോക്കാനും കാണാനും ആരില്ലെങ്കിൽ അത്രയോ കൊണ്ടുപോയേക്കുന്നു. ഇതിനകത്ത് ഇടയ്ക്ക് 1-2 അല്ലേ ഈ പിടിച്ചേക്കുന്നത്, കൊണ്ടുപോയേക്കുന്നു. അപ്പം ഇതൊക്കെ അവർക്കൊന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഞങ്ങളുടെ അവിടുത്തെ നിങ്ങൾ കേട്ടാൽ ചിരിച്ചു പോകും. നമ്മുടെ ചാനലിനകത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ കാര്യം നമ്മുടെ ഇവിടെ ഈ വീട്ടുകാർ നടത്തുന്ന ഒരു അമ്പലം, ഒരു ശിവക്ഷേത്രം, ഇവിടെ ഒന്നും ഞാൻ പറയത്തില്ല. ശിവക്ഷേത്രത്തിൽ ഇവർ അമ്പലമെല്ലാം അടച്ചിട്ട് പോകുമ്പോൾ രാത്രിയിൽ ആരാണ്ട് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാൽ അമ്മ ശ്രീകോവിൽ വെട്ടം കാണുന്നു കേട്ടോ, ഇപ്പം ഫ്രണ്ടിലെത്തുന്നു, തുറന്ന് കിടക്കുവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങനെ തർക്കമില്ല. അത് എന്തോ പറ്റി, ഇനി അമ്പലത്തിൽ കുഴമ്പറ്റി ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ശ്രീകോവിൽ തുറന്ന് കിടക്കുക. അതിനകത്ത് എൻ്റെ വെട്ടം കാണും. എന്തെന്നറിയാം, ഊഹിക്കാൻ ഏൽപ്പിച്ചവൻ അതിനകത്തിന് വെള്ളം അടിക്കുക, അത് ഇറച്ചിയും കൂട്ടിക്കൊണ്ട് അടിവസ്ത്ര ഊരിയ ശ്രീകോവിൽ എന്തോ ശിവലിംഗത്തെ ഇട്ടേക്കുക. അപ്പം എങ്ങനെയുണ്ട്? അപ്പം അവന് അതിനകത്ത് ഇത്രയും അല്ലെങ്കിൽ ഇതേ ഉള്ളൂ. അതിനകത്തുള്ള വിശ്വാസം അത്രയേ ഉള്ളൂ. ഈ പോറ്റിക്കും ഇതിനകത്തുള്ള വിശ്വാസം ഇത്രയേ ഉള്ളൂ. നാട്ടുകാർക്കുള്ള വിശ്വാസവും ഭഗവാനുള്ള ചൈതന്യവും അവരുടെ ഒരു കാര്യങ്ങളും ഒന്നും അവനില്ല. അപ്പം അവൻ എന്തും ചെയ്യാം. നാളെ കാലത്തെ ഈ പറഞ്ഞ വിശ്വാസികളും അന്ധവിശ്വാസികളും വേറെ രീതിയിൽ വ്യാഖ്യാനിയായിരിക്കും, അവൻ എന്തൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷേ അവൻ്റെ വിശ്വാസം അനുസരിച്ച് അവന് പൈസ വേണം. അവനറിയാവുന്ന മാർഗ്ഗം ഏതാ? അമ്പലത്തിലെ പൂജയാ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാളിയാ, അതിനകത്ത് സ്വർണ്ണമുണ്ട്, അതെങ്ങനെയും അടിച്ചു മാറ്റണം. അതായത് പോക്കറ്റടിക്കാരൻ്റെ വല്ലവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് വണ്ടിയെ കയറുമ്പോൾ പോക്കറ്റടിക്കാരൻ അടിച്ചു മാറ്റുന്ന പോലെ ഇവനൊരു പോറ്റിയ, ഇവന് അതേ മാനസികാവസ്ഥയുള്ള ഒരാളാണ്. അവൻ ഈ പറയുന്ന പോലെ അമ്പലത്തിലെ കാര്യങ്ങൾ മറിച്ചതൊക്കെ അടിച്ചു മാറ്റി മുന്നോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല വിഷയം വെച്ചിട്ട് ഇപ്പം CPM ശബരിമല അയ്യപ്പനെ ഏറ്റെടുക്കുന്നു. CPM ഇഷ്ടമുണ്ടായിട്ട് ഏറ്റെടുത്താന്ന് വോട്ട് വാങ്ങി വിശ്വാസികളുടെ പ്രശ്നം അവിടെ കുഴപ്പം പറ്റിയതിനകത്ത് തിരുത്തൽ വരുത്തി ഏറ്റെടുക്കും. അപ്പോൾ മറ്റേ പാർട്ടിക്കാർ RSS ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഹൈന്ദവ സംഘടന, വിശ്വഹിന്ദു പരിഷത്ത്, മറ്റൊരു ഞങ്ങൾക്കൊരു ആകപ്പാടെയുള്ളൊരു മുദ്രാവാക്യവും അല്ലെങ്കിൽ ഈ പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു സാധനം അയ്യപ്പനായിരുന്നു. അതിനേതാണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ അയ്യപ്പനോട് ചെയ്ത് തെറ്റാ, വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ ആചാരത്തിൻ്റെ കൂടെ അത് സംരക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, ഇതുവരെ പറഞ്ഞ കാര്യം തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഇവർ പരസ്പരം മത്സരിക്കുക. ഇവർക്ക് ആർക്കാ അയ്യപ്പനോട് യഥാർത്ഥ സ്നേഹമുണ്ട്?
അയ്യപ്പനോട് സ്നേഹമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരനെ ഞാനീ പറഞ്ഞ പോലെ വിശ്വാസിക്ക് അടിക്കുന്നവനൊക്കെ ഉള്ളൂ. അവനവിടെ പോയി നിസ്വാർത്ഥമായിട്ട് പോയി. ഇവർക്കെന്ന് പറഞ്ഞാൽ അയ്യപ്പനെയും ഈ പറയുന്ന ആചാരത്തെയും അല്ലെങ്കിൽ ആ വിശ്വാസത്തെയും ഒക്കെ ചൂഷണം ചെയ്ത് ഞങ്ങളിതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വിശ്വാസികൾ പാവത്തുങ്ങൾ അയ്യപ്പനെ സംരക്ഷിക്കുന്ന ഇവരാണ്. അയ്യപ്പനെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അയ്യപ്പൻ എന്തിനാപ്പാ? ദൈവത്തെ ശിനുവിന് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ദൈവം എവിടെ പോയി? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അവിടെ ഒരു വ്യാഴാഴ്ച പോകുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും വരും, ഭയങ്കരമായിട്ട് ആൾ വരും. ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. അവിടെ ചെന്നാൽ എല്ലാ പ്രശ്നവും തീരും. പ്രശ്നം തീർക്കാൻ അവിടെ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ CPM ജില്ലാ സെക്രട്ടറി അവിടെ കുറച്ച് അപ്പുറത്താണെന്ന് വെച്ചാൽ പത്തനാപുരത്തോട്ട് പോകുന്നൊരു പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ വെച്ചാൽ വിളിക്കും, ഇവിടെ RSS വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എൻ്റെ പൊന്നു സിനുജി, ലോകത്തിലെ പ്രശ്നം മൊത്തം തീർക്കുന്ന ആ പള്ളിയിലെ ക്രിസ്തുവിനെ ഈ RSS വരുമ്പോൾ അവനെ അങ്ങ് തീർത്താൽ പോരെ? അത് തീർക്കാൻ CPM വേണം. തമാശ പറഞ്ഞല്ല, അത് തീർക്കണമെങ്കിൽ CPM ചെന്ന് തീർക്കണം, അവരെ ഓടിച്ച് കളയണമെങ്കിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ വിശ്വാസം, ഇത്രയേ ഉള്ളൂ പ്രശ്നം. ശബരിമലയ്ക്ക് വേണ്ടി വെളിയിൽ നിന്ന് തീയിട്ടില്ലേ? അതെ. അപ്പം ഞാനീ പറഞ്ഞ ഭഗവാന് ശക്തിയില്ലെന്നല്ല, ഗുരുവായൂരപ്പന് ശക്തിയില്ലെന്നല്ല പറയുന്നത്, ശബരിമല ശാസ്താവിന് ശക്തിയില്ലെന്ന് ഒന്നും അല്ല പറയുന്നത്. അത് അവിടെ ഇരിക്കുന്ന സാധനമല്ല. ഞാൻ മനസ്സിലാക്കണം. ഭഗവാൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു അമ്പലത്തിനകത്ത് മാത്രം ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത്രയും വിശ്വസിക്കുക. ശബരിമല ശാസ്താവിന് ശക്തിയില്ലെന്നല്ല പറഞ്ഞ്, അത് അമ്പലത്തിനകത്ത് മാത്രം ഒതുക്കി വെക്കാൻ പറ്റും. ഇത് പ്രപഞ്ച ശക്തിയാണ്, അത് മനസ്സിലാക്കണം. അപ്പം അത് മനസ്സിലാക്കി ഇതിനെ നമ്മളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന പല ഇതുപോലെ ഇവന്റെ ഈ പോറ്റിയുടെ പേരെന്തോ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇതുപോലെ പല ഉണ്ണികൃഷ്ണന്മാരും ഉണ്ട്. അത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ ഇന്ന് വന്നേക്കുന്ന വാർത്ത പിണറായിയുടെ കൂടെ നിൽക്കുന്നു, കൊടിയേരിയുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ ജയറാമിന്റെ കൂടെ പലരുടെയും കൂടെ വന്ന് ഫോട്ടോ എടുക്കും. ഈ തട്ടിപ്പോകാന്റെ പ്രധാന പണിയാണ്. അയാളുടെ ഉദ്ദേശം അതെ, എനിക്ക് ഇവനെ ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ ചില തട്ടിപ്പാരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ കാണത്തില്ലയോ ഫോട്ടോ വെച്ചേക്കുന്നത്, രാഷ്ട്രപതിയുടെ കൂടെ ഏതെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തേക്കും. ഇപ്പൊ മന്ത്രിമാരുടെ ഇത് അവിടെ പ്രദർശിപ്പിക്കും. നമ്മളവിടെ ചെന്നിരിക്കും, ഇയാൾ വലിയ പിടിപാടുള്ള ഇയാളുടെ ഏത് സംസാരത്തിനാണ് പോകുന്നത്? വേറെ ഇതുപോലെ സാമ്പത്തിക സംസാരത്തിനോ അല്ലെങ്കിൽ വലിയ ബിസിനസ് ടോക്കിനാണ് പോകുന്നത്. അപ്പൊ ഇയാളുമായിട്ട് ആ ബിസിനസ് ചെയ്താൽ കുഴപ്പം കാണത്തില്ല. അപ്പൊ ഇത് അയാളുടെ ഒരു അല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയുന്ന പിണറായി ഇതിനെ തെരഞ്ഞു കാണണമെന്നില്ല, അറിഞ്ഞിട്ടുണ്ട്. പിണറായിക്ക് ഇപ്പോൾ ഒരു വാളിയും ഓടിച്ചുകൊണ്ട് പോയി 4 കിലോ സ്വർണ്ണം അടിച്ച് മാറ്റിയിട്ട് ഉള്ള കാര്യമൊന്നുമില്ല. പുള്ളിക്ക് വേറെ വലിയ കച്ചവടം ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെ അതിന്റെ കാര്യം. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ അടിസ്ഥാനപരമായിട്ട് ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. അന്ധമായ വിശ്വാസം ഇതുപോലെയുള്ള ആൾക്കാർക്ക് പണം ഉണ്ടാക്കുന്നതിനും ഇതിനെ ചൂഷണം ചെയ്യുന്നതിനും ഒക്കെ, അത് അമ്പലത്തിൻ്റെ പേരിലായാലും പള്ളിയുടെ പേരിലായാലും മോസ്കിൻ്റെ പേരിലായാലും എല്ലാം നടന്നുകൊണ്ടിരിക്കും. നമ്മളിത് പറഞ്ഞാലും നാളെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അല്ല, ഇപ്പോൾ ഈ 2019 കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നു, പിന്നീട് അവിടെ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചെമ്പുവാളിയായി മാറുന്നു, പിന്നീട് ആ ചെമ്പുവാളിയിൽ സ്വർണ്ണം പൂശിയതാണോ, പൂശിയ സ്വർണ്ണത്തിൽ വീണ്ടും പൂശുന്നു. ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? അല്ലെ, വിശ്വാസികൾക്കിടയിൽ ഇതിൻ്റെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുക? ശരിക്കും വിശ്വാസികൾ വീണ്ടും വിശ്വസിച്ചോളൂ. ഇനി അവന്റെ വിശ്വാസം എന്നറിയോ, അനുഭവിച്ചോളും. ആ പോറ്റി അനുഭവിച്ചോളും. ഭഗവാന്റെ മോട്ടിച്ചോ പോറ്റി, അവൻ അതുകൊണ്ട് തീർന്നു. അവന്റെ മനസ്സിലായില്ലേ? അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിച്ചോളും. അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളവനൊന്നും കണ്ടിട്ടില്ല, വേദി പിടിച്ചില്ല. പാക്കരൻ പണ്ട് അവിടെ പോയി ജോലി ചെയ്തിട്ട് അവിടുന്ന് അടിച്ചു മാറ്റി. പാക്കരന്റെ വീട് കണ്ടോ? മറ്റവന്റെ വീട് കണ്ടോ? എന്നാൽ ഈ ശബരിമല മേൽശാന്തിയുടെ വീടും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ വീടും ദേവസ്വം മന്ത്രിയുടെ വീടൊന്നും അവർ കാണുന്നില്ല. പാക്കരന് എന്തോ അബദ്ധം പറ്റി. ഇത്രയേ ഉള്ളൂ. മനസ്സിലില്ല. അത് ഈ സിനു അവന്റെ വിശ്വാസി വീണ്ടും വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ജോലിയാണ് അത്. മനസ്സിലില്ല. അവന്റെ നിലനിൽപ്പാണ്. അവൻ ആ പാടെയുള്ള ആശ്രയമാണ്. അവൻ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലുള്ള പോറ്റിമാർ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കാലങ്ങളായിട്ട് ഈ ലോകമുണ്ട്, രാജ്യമുണ്ട്, കാലം മൊത്തം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ അത് പുറത്തു വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച, കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് നമുക്ക് വിചാരിക്കാം. അന്വേഷണം ആരാ നടത്തുന്നത്? സർക്കാരാണ്. ഈ പോറ്റി ഞാൻ ആദ്യമേ പറഞ്ഞത് പോറ്റി മാത്രമല്ലല്ലോ. പോറ്റി അവിടെ ചെന്നിട്ട് രാത്രിയിലെ മോട്ടിച്ചോണ്ട് പോയതല്ലല്ലോ. അല്ല, കൃത്യമായ അപ്പൊ ഈ അന്വേഷണം ഉണ്ടാവും. നമുക്ക് സമാധാനിക്കത്തക്ക രീതിയിലേക്ക് അത് അവർക്ക് വേണ്ട രീതിയിൽ റൂട്ടിലേക്ക് തിരിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പം നമ്മൾ പണ്ട് പുനരന്വേഷണം എന്ന് പറയും. ഇപ്പോൾ ഒരു കേസ് പണ്ട് മനോരമയുടെ ഒത്തിരി കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന സമയത്ത് ഒത്തിരിയും കേസ് പുനരന്വേഷണം നടത്തി. പുനരന്വേഷണം പത്രത്തിൽ മനോരമയുടെ ഇന്ന കേസിൽ പുനരന്വേഷണം. എന്തോ പുനരന്വേഷണം?
നേരത്തെ ഒരു കേസ് അന്വേഷിച്ച് വൃത്തിയായിട്ട് സിനുവിൻ്റെ രീതിയിൽ ഒരു കേസ് അന്വേഷിച്ചു, വൃത്തിയായിട്ട് സിനു അങ്ങ് കുരുങ്ങിയിരിക്കുക. ഞാൻ സിനുവിന് വേണ്ടപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ കേസ് അങ്ങ് പുനരന്വേഷിച്ചേരെ, തീർന്നല്ലോ. ഇത് ആർക്കറിയാം? ആ സാധനം നേരത്തെ അങ്ങ് മടക്കി പുനരന്വേഷിച്ചപ്പോൾ ക്ലീൻ, ഓക്കെ, ഒരു പ്രശ്നമില്ല. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതും അങ്ങനെയൊക്കെ ആണോ എന്നുള്ളത് ഞാൻ പറയുക, എല്ലാത്തിനകത്തും നമ്മൾ വിചാരിക്കുന്നതല്ല അതിൻ്റെ യഥാർത്ഥ ഒരു പലതും നടക്കും മനസ്സിലായി, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പം ശരിയായിട്ട് രീതി നടക്കട്ടെ, നമുക്കങ്ങനെ വിചാരിക്കാം. പോറ്റി കുറ്റക്കാരനാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ, മനസ്സിലാവുന്നു. പോറ്റിയെ സംരക്ഷിക്കാൻ ആളുണ്ടാവാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.